യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പകൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നു. ഈ ദിവസം കർത്താവ് നമ്മളെ പോറ്റി പരിപാലിച്ചു നടത്തി. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നല്ലവനായിരുന്നു. ഇന്നയോളം എൻ്റെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അവൻ നമ്മളെ മറച്ചു. പ്രൈസ് ലോർഡ്. സോ ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഒരു വാക്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമലേഖനത്തിനകത്ത് 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20-21 വാക്യത്തിൽ ഒരു വചനം ഇങ്ങനെയുണ്ട്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിങ്ങനെ പറയുകയാണ്: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായിട്ടും ഉറച്ചു. ഇത് അബ്രഹാമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു. അവൻ തൻ്റെ പിതൃഭവനവും എല്ലാം വിട്ട് ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ച് അബ്രഹാം ഇറങ്ങി പുറപ്പെടുകയാണ്. അബ്രഹാം ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ചപ്പോൾ അബ്രഹാമിന് മേൽ ദൈവം നൽകിയൊരു വാഗ്ദത്തമുണ്ട്: ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും, അല്ലെ? നീ തുടർന്നെല്ലാം അനുഗ്രഹമായിരിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ലോർഡ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനവധി അബ്രഹാമിന് മേൽ ദൈവം നൽകി. ഇത് അബ്രഹാം തനിക്ക് ദൈവം നൽകിയ വാഗ്ദത്തമായിരുന്നു. തലമുറകളെ നൽകുന്നു, ജാതികളുടെ പിതാവാക്കും. എന്നാൽ അബ്രഹാം കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. തനിക്ക് 100 വയസ്സായി. ഇതുവരെയും തനിക്ക് മക്കൾ ആരും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം മക്കൾ ജനിച്ചില്ല. പക്ഷേ അബ്രഹാമിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുന്നത്. അബ്രഹാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവം എന്താണോ തന്നോട് അരുളി ചെയ്തത്, ദൈവം എന്താണോ അബ്രഹാമിനോട് പറഞ്ഞത്, ആ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ അബ്രഹാം സംശയിച്ചില്ല. അബ്രഹാമിന് അറിയാം, തന്നോട് വാഗ്ദത്തം പറഞ്ഞത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം പറഞ്ഞാൽ അവൻ ആ വാക്കിനെ മാറ്റുവാൻ ആരെ കൊണ്ട് പറ്റത്തില്ല എന്ന് അബ്രഹാം പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിച്ചു. നമ്മൾ ആ വാക്യമാണ് വായിച്ചത്: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സംശയിക്കാതെ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ കണ്ട് ഇറങ്ങിയവരാണ്, കർത്താവിനെ തൊട്ടവരാണ്, രുചിച്ചവരാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇന്നയോളം നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ നന്മകൾ കർത്താവ് ചെയ്തു, അല്ലേ? ഒരുപാട് വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് വാഗ്ദത്ത വിഷയങ്ങൾ പ്രസംഗത്തിലൂടെ ആയിരിക്കാം, ദൂതിലൂടെ ആയിരിക്കാം, നീ പ്രാർത്ഥിച്ചപ്പോൾ ആയിരിക്കാം. ദൈവം നിന്നോട് പലവിധമായി സംസാരിച്ച അനേക വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ കിടക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ചിലര് പറയാറുണ്ട്, വേറെ വാഗ്ദത്തൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതിന് വിരോധമായിട്ടാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേട്ട വാഗ്ദത്തം പോലെ അല്ലല്ലോ, അല്ലെ എന്നോട് അറിയിച്ച ദൂത് പോലെ അല്ലല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് വിരോധമായിട്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നവർ ഒരുപക്ഷെ നമ്മൾ പോലും പല സമയത്തും പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആമേൻ, വചനം പറയുകയാണ്, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും അവൻ വാക്ക് മാറാത്തവനുമായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ വാക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യനല്ല. നമ്മുടെ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ല നമ്മളുടെ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നവൻ ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ എൻ്റെ കർത്താവ് ശക്തനായവൻ തന്നെയാണ്. പ്രൈസ് ലോർഡ്. ആമേൻ. അബ്രഹാമിൻ്റെ വിശ്വാസം നോക്കിയേ. തൻ്റെ ജീവിതത്തിൽ ഈ വാഗ്ദത്തങ്ങൾ തള്ളിപ്പറയാൻ ഒത്തിരി സാഹചര്യം ഉണ്ടായിരുന്നു, ഇല്ലേ? തനിക്ക് 100 വയസ്സായി. ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് അത്ഭുതകരമായി തന്നെ വഴി നടത്തുമ്പോഴും, യുദ്ധങ്ങൾ ജയിക്കുമ്പോഴും, അല്ലെ സമ്പത്തുകൾ നൽകുമ്പോഴും, ദൈവം തന്നെ മറ്റു വിധമായ വഴികളിലൂടെ കർത്താവ് നടത്തുമ്പോഴും തനിക്കൊരു സ്വകാര്യമായ ഒരു വേദന ഉണ്ടായിരുന്നു. തൻ്റെ വാഗ്ദത്ത പ്രകാരം തനിക്കൊരു കുഞ്ഞ് ഇതുവരെ ലഭിച്ചില്ല. പ്രൈസ് ലോർഡ്. പക്ഷേ അബ്രഹാം ഒരു കാര്യം തീരുമാനിച്ചു: ദൈവമാണ് ഈ വാഗ്ദത്തം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആ വാഗ്ദത്തത്തെ പ്രാപിച്ചിരിക്കും. അതിനവൻ 2-3 കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യം പറയുകയാണ്: അവൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം പൂർണ്ണമായിട്ടും ഉറച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഒന്നും
നടക്കാതെ പോകത്തില്ല. കാരണം അത് പറഞ്ഞവൻ ശക്തനാണ്. ഇന്ന് രാത്രിയിലും ഇന്ന് പകലും അത് ചെയ്യുവാൻ, അത് നിവർത്തിക്കാൻ ആ യേശു മതിയായവൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്? നിങ്ങളുടെ ചിന്തയ്ക്ക് വിരോധമായിട്ടായിരിക്കാം, നീ വിചാരിച്ചാലും മോശമായ സാഹചര്യമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നീ കേട്ട ദൂതന് വിരോധമായ കാര്യങ്ങളായിരിക്കാം നിന്നെ സംഭവിക്കുന്നത്. ഏത് സാഹചര്യമായിക്കോട്ടെ, ആരും നിന്നെ സഹായിക്കാനില്ലാതിരിക്കട്ടെ, ആരും നിന്റെ കൂടെ തുണ നിൽക്കാൻ ഇല്ലാതിരിക്കട്ടെ, പക്ഷേ ഇന്ന് രാത്രിയിൽ ഇന്ന് ഒരു കാര്യം നീ വാസ്തവമായി നീ ഉറയ്ക്കണം. നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം നിന്റെ കൂടെ അത് നിവർത്തിക്കാൻ ഇന്നും നിന്റെ കൂടെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തളരരുത്, ഭാരപ്പെടരുത്. ഏത് സാഹചര്യമായിക്കോട്ടെ, ആമേൻ, ഞാൻ ഗ്യാരന്റിയോടെ പറയാം, നീ തകർന്നു പോകാൻ അവൻ സമ്മതിക്കത്തില്ല, നീ നശിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. കാരണം നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ അന്ത്യത്തോളം നിന്നെ ജയത്തോടെ തന്നെ നടത്തും. ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം നമ്മൾ പതറിപ്പോകാറുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മൾ പറയും, ഈ വിഷയം എന്നെ മൂടിക്കളയും, ഈ കടഭാരം എന്നെ മൂടിക്കളയും, അല്ലെങ്കിൽ ഈ വിഷയത്തിന് മേൽ ആരെനിക്ക് പരിഹാരം തരും, ഇല്ലേ? അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം ഇതുവരെ നടത്തിയ അത്ഭുതങ്ങൾ നമ്മൾ മറന്നുപോയിട്ട് ഇപ്പം കണ്ട അല്ലെങ്കിൽ ആ കേട്ട സാഹചര്യത്തിൽ നിരാശപ്പെടുന്ന, അല്ലെങ്കിൽ വിശ്വാസീയത ഉപേക്ഷിച്ചു പോകുന്ന, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, സാഹചര്യം എന്തുമായിക്കോട്ടെ, അത് നീ കേട്ട വാഗ്ദത്തത്തിന് വിരോധമായിട്ട് തന്നെ ആയിരിക്കാം നിന്റെ മുമ്പിൽ സാഹചര്യങ്ങളെല്ലാം നിൽക്കുന്നത്. പക്ഷേ നിന്നെ വിളിച്ചവൻ അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. നിന്നോട് വാഗ്ദത്തം ചെയ്തത് ഒരു മനുഷ്യനല്ല, ഇന്നും അത് നിവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നീ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ധൈര്യപ്പെടുക, മുന്നോട്ട് പോവുക. ഒരു സാഹചര്യവും നിന്നെ തൊടത്തില്ല, ഒന്നിനും നീ പതറിപ്പോകത്തില്ല, ഒരു സാഹചര്യത്തിനും നിന്നെ തകർക്കുവാൻ സാധിക്കത്തില്ല. ഇന്നും യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ അത്ഭുത മന്ത്രിയാണ്. അതുകൊണ്ട് യേശുവിൽ നിന്ന് ഇന്ന് ഒരു അത്ഭുതം നീ ആഗ്രഹിക്കണം, നീ പ്രതീക്ഷിക്കണം. എൻ്റെ കർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സോ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുകയാണ്. പിതാവേ, ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. അവൻ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച പോലെ അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചെന്ന് വായിക്കുന്നുവല്ലോ. കർത്താവെ, വാഗ്ദത്തം ചെയ്തവൻ അവൻ നിവർത്തിപ്പാൻ ശക്തനെന്നും ഞങ്ങൾ വായിച്ചല്ലോ. കർത്താവെ, ആ വിശ്വാസം അബ്രഹാം എങ്ങനെയാണോ ദൈവത്തിൽ വിശ്വസിച്ചത്, കർത്താവെ, അതുപോലെ അടിയുറച്ച് വിശ്വസിക്കുവാൻ, ഞങ്ങളുടെ സാഹചര്യം കണ്ട് പതറിപ്പോകാനായിട്ടല്ല, ഞങ്ങളുടെ മുമ്പിൽ ഉള്ള അടഞ്ഞ വാതിലുകളെ കണ്ട് നിരാശപ്പെടാൻ വേണ്ടിയല്ല, ഈ സാഹചര്യത്തിലും എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ എൻ്റെ യേശു മതിയായവനാണ്. അവൻ എന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അന്ത്യത്തോളം എന്നെ നടത്താൻ അവൻ മതിയായവനാണ് എന്നുള്ള ബോധ്യത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ നിന്റെ മക്കളെ കർത്താവ് സഹായിക്കണം. ഇന്ന് ഏത് പ്രാർത്ഥനാ വിഷയമായിട്ടാണോ ഇരിക്കുന്നത്, ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യണം. അവൻ രോഗബന്ധനങ്ങൾ കർത്താവ് അഴിക്കണം. അവൻ കടഭാരങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതുവഴികൾ തുറക്കപ്പെടട്ടെ. അവൻ ഡോക്ടർമാർ അസാധ്യം പറഞ്ഞത്, ചില ഓപ്പറേഷനുകൾക്ക് വേണ്ടി ഡോക്ടർമാർ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ പോലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇത് കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത സാക്ഷ്യമാക്കി മാറ്റണം. അത്ഭുത സാക്ഷി കേൾക്കുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധൈര്യത്തോടിരുന്നോ. അത്ഭുതം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നീ ഒരു അത്ഭുതമായി മാറും. നീ തകർന്നു പോകത്തില്ല. നിരാശപ്പെടേണ്ട. യേശു അതിൻ്റെ കർത്താവ് നിന്റെ മേലുള്ള മുഴുവൻ വാഗ്ദത്തങ്ങളും നിവർത്തിക്കാൻ ഇന്നും യേശു ശക്തൻ തന്നെയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്ഭുത സാക്ഷ്യമായിട്ട് വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.